കോൺഗ്രസ് വിട്ട ആ വാർത്താ സമ്മേളനം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രഘുവേട്ടൻ പറഞ്ഞു കുറേ ആൾക്കാർ എൻ്റെ കൂടെ വരുന്നു. അപ്പോൾ നമുക്ക് ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്താൻ പറ്റുമോ? ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ നേതാക്കന്മാരെ കുറിച്ച് പറയുന്നില്ല. കാരണം നേതാക്കന്മാർ, കോൺഗ്രസിലുള്ള പല നേതാക്കന്മാരും സ്വന്തം നിഴൽ പോലെ കൂടിയില്ലാത്തവർ. എന്റെ കൂടെ നൂറുകണക്കിന് ആളുകൾ, കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം ഈ പാർട്ടിയിൽ നിന്ന് എന്റെ കൂടെ ചേർന്നത് അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന ആൾ ഞാനാണ്. നമ്മളൊക്കെ പോകുമ്പോൾ വീട്ടിലുള്ള ആളുകളേക്ക് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും കഴിയാത്തവരാണ് നേതാക്കന്മാർ. പല നേതാക്കന്മാരുടെ വീട്ടിൽ അവരുടെ മക്കൾ വേറെ പാർട്ടിയില്ല. ഞങ്ങളുടെ ഒന്നും വീട്ടിൽ അങ്ങനെയല്ല. ഞങ്ങളേതാ പാർട്ടി ആ പാർട്ടി തന്നെയാണ് നമ്മുടെ ബന്ധുക്കൾ. കുടുംബം മൊത്തം ഒരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നില്ല ഒരു കാലത്ത്. അവരൊക്കെ ഇതിലേക്ക് വന്നു. എല്ലാവരും മുഴുവൻ. എന്റെ പ്രദേശം കോൺഗ്രസ് മുക്തബോധത്താണ്. അവിടെ ഞങ്ങൾ കോൺഗ്രസിന്റെ ഒരു പതാക പോലും കാണില്ല. ഇത്രയും കാലം കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന സമയത്ത് രഘുവേട്ടന് സാമ്പത്തികമായി നഷ്ടമാണ് നേട്ടം ഉണ്ടായത്. കോൺഗ്രസിനകത്തല്ല ഏത് പാർട്ടിയിൽ നിന്നാലും സാമ്പത്തിക നേട്ടം ഉണ്ടാവില്ല. രഘുവേട്ടൻ ഭയങ്കര സന്തോഷത്തിലാവും. ഈ സന്തോഷം അംഗത്തോളം ഉണ്ടാവും. ആത്മാഭിമാനത്തോടു കൂടിയാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത്. ഞാൻ ഈ പാർട്ടിയിൽ വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ പാർട്ടിയിൽ വന്ന 3ാമത്തെ ദിവസം ഞാൻ ഈ പാർട്ടിയുടെ ദേശീയ കൗൺസിലൊക്കെ 10,000-കണക്കിന് ആളുകൾ എന്നേക്കാൾ കഴിവുള്ളവർ ഇപ്പൊ ഈ പാർട്ടിയിലുള്ളപ്പോൾ എന്നെ പാർട്ടി ഇത്ര വലിയ നിലയിൽ എത്തിച്ചത് എന്റെ ഏറ്റവും വലിയ അംഗീകാരമാണ്. 3ാമത്തെ മാസം ഞാൻ ഈ പാർട്ടിയുടെ 400 ആൾ മത്സരിക്കും. നിങ്ങൾ അറിയേണ്ട 140 കോടി ജനങ്ങളുടെ ഇന്ത്യ രാജ്യത്ത്. അതിൽ 400 പേരാണ് BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവുക. അതിൽ ഒരാളെ ഞാൻ 140-ൽ 400-ൽ ഒന്നായി മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കണ്ടേ? ഈ പാർട്ടി കോൺഗ്രസിൽ നിന്നപ്പോൾ ഞാൻ ആരായിരുന്നു? എന്നൊരു KPC മെമ്പറാക്കാൻ കഴിഞ്ഞില്ല, DC മെമ്പറാക്കാൻ അവർക്ക് ധൈര്യമില്ല.